ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ മിയോസിസ് 1 ആണ് പഠിക്കുന്നത്. നമ്മുടെ പേരൻറ് സെല്ല് മിയോസിസ് 1 അണ്ടർഗോ ചെയ്തു. മിയോസിസ് 1 അതിപ്പം മിയോസിസ് 2 എത്തിയിട്ടുണ്ട്. സോ നമുക്ക് മിയോസിസ് 2 എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഫേസ് ആണ് പ്രോഫേസ് 2. മിയോസിസ് 2 ഈസ് ഇനീഷ്യേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സൈറ്റോകൈനസിസ്. സെല്ലിൻ്റെ സൈറ്റോപ്ലാസം സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണല്ലോ സൈറ്റോകൈനസിസ്. അങ്ങനെ സൈറ്റോകൈനസിസ് നടന്നതിന് ശേഷം നേരെ പ്രോഫേസ് 2 പോകും. യൂഷ്വലി ബിഫോർ ദ ക്രോമോസോം ഹാവ് ഫുള്ളി ഇലോങ്ങേറ്റഡ്. അപ്പം അങ്ങനെ രണ്ട് സെല്ലായിട്ട് മാറിയെങ്കിലും അതിനകത്തെ ന്യൂക്ലിയസിനകത്ത് ക്രോമോസോം ഫുള്ളി എലോങ്ങേറ്റഡ് ആവുന്നതിന് മുന്നേ തന്നെയാണ് എന്ത് പറ്റുന്നത്, മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പ്രോഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ടു മിയോസിസ് 1, മിയോസിസ് 2 റിസംബിൾസ് നോർമൽ മൈറ്റോസിസ്. ദാറ്റ് ഈസ് മിയോസിസ് 2 ഈസ് ഈക്വൽ ടു മൈറ്റോസിസ്. മനസ്സിലായോ? മൈറ്റോസിസും മിയോസിസ് 2ഉം ഈക്വൽ ആണ്. മൈറ്റോസിസിൽ എന്തൊക്കെയാണോ നടന്നത് അത് തന്നെയായിരിക്കും മിയോസിസ് 2ലും നടക്കുന്നത്. ദ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയേഴ്സ് ബൈ ദ എൻഡ് ഓഫ് പ്രോഫേസ് 2 ആൻഡ് ദ ക്രോമോസോം എഗെയിൻ ബിക്കം കോമ്പാക്ട്. അങ്ങനെ രണ്ട് സെല്ലായിട്ട് മാറിയായിരുന്നു അല്ലേ? രണ്ട് സെല്ലായിട്ട് രണ്ട് ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ മിയോസിസ് 2 കഴിഞ്ഞ് രണ്ട് സെല്ലായിട്ട് നമ്മുടെ സെല്ല് സെപ്പറേറ്റ് ചെയ്തു. ഈ സെല്ലിലെ ന്യൂക്ലിയസിനകത്ത് മൈറ്റോസിസ് എങ്ങനെ നടക്കുന്നു അതേപോലെ ആയിരിക്കും മിയോസിസ് 2ഉം നടക്കുന്നത്. മൈറ്റോസിസിലെ പ്രോഫേസിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെല്ലിൽ എന്താ നടക്കുന്നത്? ആദ്യം ക്രോമോസോം കണ്ടൻസേറ്റ് ചെയ്യുന്നതാണ്. സോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്ന ക്രോമോസോം എല്ലാം കണ്ടൻസേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ പ്രോഫേസ് 2. അപ്പോൾ മെറ്റാഫേസ് 2ൽ എന്തായിരിക്കും നടക്കുക? ഈക്വൽ അല്ലേ മൈറ്റോസിസുമായിട്ട്? ഇൻ മെറ്റാഫേസ് 2, at this stage, the chromosome align at the equator and the microtubules from opposite poles of the spindle get attached to the kinetochores of sister chromatids. ന്യൂക്ലിയർ എൻവലപ്പൊക്കെ ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഈ ക്രോമോസോമുകൾ എല്ലാം തന്നെ സെല്ലിൻ്റെ സെൻട്രലായിട്ട് അലൈൻ ചെയ്യുന്നു. അതിനെയാണ് മെറ്റാഫേസ് പ്ലേറ്റ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞില്ലേ മൈറ്റോസിസിൽ. അത് തന്നെയാണ് മെറ്റാഫേസ് 2ൽ നടക്കുന്നത്. രണ്ട് സൈഡിലുള്ള സെൻട്രിയോളിൽ നിന്നും മൈറ്റോട്ടിക് സ്പിൻഡിൽ വന്നില്ലേ, അതേപോലെ ഇവിടെ സ്പിൻഡിൽസ് വരും. ആ സ്പിൻഡിൽസ് വന്ന് ഈ സെൻട്രലിൽ അലൈൻ ചെയ്തിരിക്കുന്ന ക്രോമോസോമുകളുടെ കൈനറ്റോകോറിൽ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് കൈനറ്റോകോഴ്സിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ മെറ്റാഫേസ് 2. നെക്സ്റ്റ് ഫേസ് ഈസ് അനാഫേസ് 2. It begins with the simultaneous splitting of the centromere of each chromosome, which was holding the sister chromatids together, allowing them to move toward opposite poles of the cell by shortening the microtubules attached to kinetochore. ആ കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്ത സ്പിൻഡിൽസ് ഉണ്ടല്ലോ, ആ മൈക്രോട്യൂബ്യൂൾസിനെ എല്ലാം ഷോർട്ടൺ ചെയ്തുകൊണ്ട് രണ്ട് പോൾസായിട്ട് സെല്ലിൻ്റെ രണ്ട് പോൾസിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ അനാഫേസ് 2. മൈറ്റോസിസിൽ അനാഫേസിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ടീലോഫേസ് 2? ആസ് ദ മിയോസിസ് എൻഡ്സ് വിത്ത് ടീലോഫേസ് 2 ഇൻ വിച്ച് the two groups of chromosome once again get enclosed by a nuclear envelope, cytokinesis follows, resulting in the formation of tetrad of cells, that is 4 haploid daughter cells. ന്യൂക്ലിയർ എൻവലപ്പ് എല്ലാം വരുന്നു, പിന്നീട് സൈറ്റോകൈനസിസ് വന്ന് സെല്ല് രണ്ടാവുന്നു. അങ്ങനെ സെല്ല് രണ്ടായി. ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ ടീലോഫേസ് 2. സോ മിയോസിസിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് 4 സെല്ലുകളായിരിക്കും. ഈ 4 സെല്ല് എങ്ങനെ വന്നു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മിയോസിസ് 1 കഴിയുമ്പോൾ നമുക്ക് എത്ര സെല്ലുകൾ ഉണ്ടായി? 2 സെല്ല്. അതായത് ഒരു പേരൻറ് സെല്ലിൽ നിന്നും അത് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഉണ്ടായി മിയോസിസ് 1 കഴിഞ്ഞപ്പോൾ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മിയോസിസ് 2ലേക്കാണ്. അപ്പോൾ ഓൾറെഡി മിയോസിസ് 1-ലുണ്ടായ ആ 2 ഡോട്ടർ സെൽസും രണ്ടിനും ഡിവിഷൻ നടക്കുകയാണ് ഇവിടെ. അതാണ് മിയോസിസ് 2. അപ്പോൾ രണ്ടും ഇങ്ങനെ മിയോസിസ് 2 അണ്ടർഗോ ചെയ്യുന്നു. അപ്പോൾ ആദ്യം 2 സെല്ലിനും പ്രോഫേസ് 2ലേക്ക് കടന്നു പോകുന്നു. അതിനുശേഷം അത് മെറ്റാഫേസ് 2ലേക്ക് ആ 2 സെല്ലും പോകുന്നു. ആ 2 സെല്ലും അടുത്തത് അനാഫേസ് 2ലേക്കാണ് പോകുന്നത്. ആൻഡ് ഫൈനൽ അത് ടീലോഫേസ് 2ലേക്ക് പോകുന്നു. അങ്ങനെ മിയോസിസിന് ശേഷം നമുക്ക് ഒരു പേരൻറ് സെല്ലിൽ നിന്നും നമ്മൾ എത്ര സെല്ലുണ്ടാക്കി മാറ്റി? 4 ഡോട്ടർ സെൽസ് ഉണ്ടാക്കി. ഈ 4 ഡോട്ടർ സെൽസിൻ്റെ പ്രത്യേകത എന്താണ്? ക്രോമോസോംസ് നോക്കിക്കേ, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? കാരണം എന്താ, അവിടെ ക്രോസിംഗ് ഓവർ നടന്നു, വ്യത്യാസം വന്നു ജനറ്റിക് മെറ്റീരിയലിന്. അതുകൊണ്ടാണ് ഈ 4 എണ്ണത്തിൻ്റെയും ജനറ്റിക് മെറ്റീരിയൽ വ്യത്യാസപ്പെട്ടിരിക്കും.
പിന്നീട് ഒരു പ്രത്യേകത ഹാപ്ലോയിഡ് ആയിട്ടായിരിക്കും ഇവരുണ്ടാവുന്നത്. കണ്ടില്ലേ, ക്രോമസോംസ് ഹാപ്ലോയിഡ് ആയിരിക്കും. സോ ദാറ്റ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മിയോസിസ്. നമ്മൾ കീ ഫീച്ചേഴ്സ് ഓഫ് മിയോസിസ് വിട്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വാട്ട് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് മിയോസിസ്? Meiosis involves two sequential cycles of nuclear and cell division called meiosis 1 and meiosis 2, but only a single cycle of DNA replication. DNA replication എവിടെ മാത്രമേ നടന്നുള്ളൂ? മിയോസിസ് 1-ൽ മാത്രമേ നടന്നുള്ളൂ. ഇല്ലെങ്കിൽ അതും ഡിപ്ലോയിഡ് ആയേനെ. ഓക്കെ. Meiosis 1 is initiated after parental chromosomes have replicated to produce identical sister chromatids at the S phase. നമ്മൾ എസ് ഫേസ് അറിയാലോ, ഇൻ്റർഫേസിലെ എസ് ഫേസ്. ആ ഇൻ്റർഫേസിലെ എസ് ഫേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മിയോസിസ് 1-ലേക്ക് കടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ നടന്നതിന് ശേഷമാണ് മിയോസിസ് 1-ലേക്ക് കടക്കുന്നത്. അതിനുശേഷം മിയോസിസ് 2-ലേക്ക് പോകുമ്പോൾ വീണ്ടും DNA റെപ്ലിക്കേഷൻ നടക്കുന്നില്ല. ഒരു ഇൻ്റർഫേസോ ഒരു എസ് ഫേസോ ഒന്നും കടക്കുന്നില്ലാത്തത് കൊണ്ടാണ് അവിടെ എന്ത് പറ്റുന്നത്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽ ഉണ്ടാക്കാൻ, അഥവാ റിഡക്ഷൻ ഡിവിഷൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നത്. മിയോസിസ് ഇൻവോൾവ്സ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം ആൻഡ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോംസ്. അല്ലേ, നമ്മൾ കണ്ടതാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ കീ ഫീച്ചർ ഓഫ് മിയോസിസ്. നെക്സ്റ്റ് ഈസ് 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 2. 4 സെൽ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലായി. ആ 4 എങ്ങനെയാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ളതെന്നും മനസ്സിലായി അല്ലേ. സോ ഈ ഒരു 4 പോയിന്റ് ഉണ്ടല്ലോ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദീസ് ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് മിയോസിസ്. നെക്സ്റ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. Meiosis is the mechanism by which conservation of specific chromosome number of each species is achieved across generations in sexually reproducing organisms, even though the process per se paradoxically results in the reduction of chromosome number by half. ശരിക്കും മിയോസിസിൽ എന്താണ് നടക്കുന്നത്? ക്രോമോസോം നമ്പർ റെഡ്യൂസ് ചെയ്യുകയാണ്. നമ്മളിപ്പം 2n നമ്പർ ഓഫ് ക്രോമോസോം ഉള്ള ഒരു സെല്ലാണ് മിയോസിസ് അണ്ടർഗോ ചെയ്യുന്നതെങ്കിൽ അവസാനം നമുക്കുണ്ടാവുന്നത് n നമ്പർ ഓഫ് ക്രോമോസോം ഉള്ള 4 സെല്ലുകളാണ്. അപ്പം ഇവിടെ ക്രോമോസോം നമ്പർ ശരിക്കും റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അടുത്ത ഒരു ഗമീറ്റുമായിട്ട് അത് ഫ്യൂസ് ചെയ്യുമ്പം എന്ത് പറ്റുന്നു? ആ ഒരു ക്രോമോസോം നമ്പർ റീസ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ആ സ്പീഷീസിൻ്റെ ക്രോമോസോം നമ്പർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, കൺസർവേഷൻ ഓഫ് സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമോസോം ഇൻ ഈച്ച് സ്പീഷീസ്. എക്സാമ്പിൾ ഹ്യൂമൻസിൽ 46 നമ്പർ ഓഫ് ക്രോമോസോം ആണ്. ഓരോ സ്പീഷീസിനും അത് ഡിഫറെൻ്റ് ആയിട്ട് വരും. സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഉള്ള ഓർഗാനിസത്തിൽ മിയോസിസ് നടന്നാലേ മിയോസിസിലൂടെ ആയിരിക്കും ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അവരുടെ ക്രോമോസോം നമ്പർ റീസ്റ്റോർ ചെയ്യപ്പെടത്തുള്ളൂ. ആ ഒരു സ്പീഷീസിൻ്റെ ക്രോമോസോം നമ്പർ അത്രയുമായിട്ട് എത്ര ജനറേഷൻ കഴിഞ്ഞാലും നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. It also increases the genetic variability in the population of organisms from one generation to the next. Variations are very important for the process of evolution. ക്രോമോസോം നമ്പർ റീസ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വേറൊരു പ്രത്യേകത എന്താണ്? ഇവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നു. ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നുണ്ട് അല്ലേ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് കൊണ്ട് ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നു. അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ വെച്ച് മാറുമ്പോൾ അടുത്ത ഉണ്ടാവുന്ന സെല്ലെന്ന് പറയുമ്പോൾ കുറച്ച് വേരിയേഷൻ സംഭവിച്ചതായിരിക്കും. ദാറ്റ് ഈസ് ജനറ്റിക്കലി വേരിയബിൾ ആയിരിക്കും. ഹ്യൂമൻസ് തന്നെ എക്സാമ്പിൾ നോക്കൂ, ഓരോരുത്തരും ഓരോരോ സ്വഭാവമുള്ളവരാണ്. അതെങ്ങനെയാണ് വന്നത്? ബിക്കോസ് ഓഫ് ദിസ് സ്പെഷ്യൽ ഫീച്ചർ ഓഫ് സെൽ ഡിവിഷൻ, ദാറ്റ് ഈസ് മിയോസിസ്. മിയോസിസിൽ ക്രോസിംഗ് ഓവർ നടക്കുന്നു. ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലാണ് വെച്ച് മാറിയത് അല്ലേ. ഇപ്പം നമ്മൾ ഉണ്ടായ 4 സെല്ല് നോക്കിക്കേ, 4 സെല്ലിലും വരുന്ന DNA ഒരുപോലെയാണോ? അല്ല. 4 ടൈപ്പായിട്ടാണ് ഇരിക്കുന്നത്, 4 രീതിയാണ്. അപ്പോൾ അതിനെയാണ് റീകോമ്പിനൻറ്റ് DNA എന്ന് പറയുന്നത്. ആ ജനറ്റിക് വേരിയേഷൻസ് അവിടെ വരുന്നു. ഈ ജനറ്റിക് വേരിയേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ജനറ്റിക് വേരിയേഷൻ ഉണ്ടായാലേ എവല്യൂഷൻ സംഭവിക്കൂ. എവല്യൂഷൻ്റെ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നുണ്ടോ. അപ്പം വേരിയേഷൻ നമുക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ആ വേരിയേഷൻ നടക്കാനായിട്ട് ഈ ഒരു മിയോസിസ് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. സോ സിമ്പിളായിട്ട് പറയുമ്പം സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് എന്താണ്? ഒരു സ്പീഷീസിൻ്റെ നമ്പർ ഓഫ് ക്രോമോസോംസ് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജനറ്റിക് വേരിയബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും. അങ്ങനെ വേരിയേഷൻ നടന്നാൽ മാത്രമേ എവല്യൂഷൻ നടക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് സിംപ്ലി ദ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? വളരെ കുഞ്ഞൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. അതിൽ സെൽ സൈക്കിൾ എല്ലാം പഠിച്ചു. അതിനുശേഷം ആ സെൽ സൈക്കിളിൽ നമ്മൾ
എം ഫേസ് ഉണ്ടോ? ആ എം ഫേസ് മൈറ്റോസിസ് ഫേസ് ആണ്. ആ മൈറ്റോസിസ് ഫേസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതല്ലാതെ മിയോസിസ് ആണെങ്കിൽ അവിടെ മിയോസിസ് ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പറഞ്ഞു അല്ലേ. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സിഗ്നിഫിക്കൻസും പറഞ്ഞു. മൈറ്റോസിസ് എന്തിനാണ് നടക്കുന്നത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, മിയോസിസ് എന്തിനാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എല്ലാം പറഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു സമ്മറി ആയിട്ട് ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ടോട്ടൽ സമ്മറി, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ സമ്മറി നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ടെക്സ്റ്റിൽ കുറച്ച് എക്സസൈസ് ഉണ്ട്, വളരെ സിമ്പിളാണ്, അതെല്ലാം ചെയ്ത് നോക്കുക. അതിൻ്റെ എല്ലാ ഉത്തരം ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ NCERTയിലെ എല്ലാ പിക്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗേഴ്സ് എല്ലാം തന്നെ എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഫിഗേഴ്സ് എല്ലാം വരച്ച് തന്നെ പഠിക്കുക. അത്രയാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്റർ. വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പഠിക്കണം. ഓക്കെ, ചെറിയ ചെറിയ നുറുക്ക് വിദ്യകളൊക്കെ ഉപയോഗിച്ച് കീ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി അങ്ങനെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.